ഈ മരഞ്ചാടി മനസ്സും വെച്ചോണ്ട് എങ്ങനാ ജോമോനെ നീ 3 വർഷം ലണ്ടനിൽ കഴിഞ്ഞത്? അളിയൊരു കാര്യം അറിയോ? എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ ഹരിശ്രീ പഠിച്ച കുടിപ്പള്ളിക്കുടം തൊട്ടല്ല എന്റെ മനസ്സിൽ മിന്നി മറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ, നമ്മുടെ പെണ്ണെങ്ങനുണ്ട്? ഏത് പെണ്ണ്? മുൻഷി സാറിന്റെ മോളെ. അയ്യോ, അവളുടെ കല്യാണം കഴിച്ച് കൊച്ചു വന്നായി. റിയലി? അയ്യോ, നല്ല പെണ്ണായിരുന്നു. മറ്റേ പെണ്ണോ? ആ പപ്പടക്കാരന്റെ മോള്. ആ റെയിൽവേ ഗേറ്റിനടുത്തുള്ളത് ഓർമ്മയില്ലേ? പണ്ട് നമ്മൾ എന്നും പപ്പടം വാങ്ങിക്കാനെന്നും പറഞ്ഞ് അവിടെ പോയിക്കൊണ്ടിരുന്നത് അവളെ കാണാൻ വേണ്ടി മാത്രം. അയ്യോ, അവളിപ്പം പപ്പടം പോലെ ആയി പോയില്ലേ? കണ്ടറിയില്ല. എന്തു പറ്റി? ദാരിദ്ര്യം. അയ്യോ, കഷ്ടം. 3 വർഷം ലണ്ടനിൽ കഴിഞ്ഞിട്ട് നീ കഴിഞ്ഞതൊന്നും മറന്നില്ലല്ലോ ഡോക്ടറെ. അപ്പൊ എന്താ ഉദ്ദേശം? ശ്രീകൃഷ്ണനായിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും രമിച്ചും കഴിഞ്ഞുകൂടാനാണോ? ദേ, അമ്മാമ്മ ആശുപത്രി കിട്ടിയിട്ടിരിക്കുക, വന്ന ഉടനെ ഡോക്ടറെ ഏൽപ്പിക്കാൻ. അതെനിക്ക് ഇഷ്ടമല്ലല്ലേ. അവിടെ ആരും എന്നെ ഡോക്ടറായി കാണില്ല. എല്ലാവർക്കും ഞാനൊരു മുതലാളിയായിരിക്കും. അതിനൊരു ത്രില്ലില്ല. എന്റെ സങ്കല്പം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന്റെ ഒരു ഒഴിഞ്ഞ കോണിൽ പച്ച നിറഞ്ഞ കുന്നിൻ ചെരുവിൽ ഒരു കൊച്ചു ക്ലിനിക്ക്, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള നാട്ടുകാർ, സ്നേഹമുള്ള രോഗികൾ, എല്ലാവരുടെയും സ്നേഹം കൊണ്ട് എന്റെ ഉള്ളിൽ നിറയണം. അതൊക്കെ നിറയ്ക്കാം. തൽക്കാലം നീ വീട്ടിൽ പോ. ഇരിക്കുന്നു, നമുക്ക് അല്പട സ്വറ പറയാം. എനിക്ക് സൗകര്യപ്പെടില്ല. നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നിന്റെ അമ്മാമ്മയാ. അവർക്കിനി ബൈബിൾ വായിച്ച് കാലം കഴിക്കേണ്ട കാര്യമുള്ളൂ. എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതേ എന്റെ പെങ്ങളാ. സ്വപ്നം കാണുന്ന പ്രായം അവളുടെ. അവിടെയാണ് ഈ കാവൽക്കാരന്റെ ആവശ്യം. എഴി. അവളുടെ സ്വപ്നങ്ങളെല്ലാം മൊത്ത വിലക്ക് ഞാൻ വിൽക്കാൻ പോവാ. വല്ല ആലോചനയുണ്ടോ? നല്ല ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. ആള് ബിയക്കാരനാണ്. ഇത്തിരി സ്വർണ്ണ അയാൾ കൂടുതൽ ചോദിക്കുന്നുള്ളൂ. എന്റെ വാശിയായിരുന്നു എന്റെ പെങ്ങളെ ഒരു ഡിഗ്രിക്കാരനെ കൊണ്ട് തന്നെ കിട്ടിക്കണമെന്ന്. ഞാൻ പഠിക്കാത്തോണ്ടാ. എങ്ങനെങ്കിലും ഞാനത് നടത്തും. നമ്മളത് നടത്തും. ഓക്കെ. എവിടെയാ എന്റെ നാട്? പത്തനംതിട്ട. പത്തനംതിട്ട എവിടെയാ? കുരിശുപള്ളി അറിയോ? കുരിശുപള്ളിയുടെ തെക്കോ വടക്കോ? നീ അടുക്കളയിലോട്ട് ചെല്ലേ. കുരിശുപള്ളിയുടെ തെക്കല്ല, കൊട്ടിയമ്പലത്തിന്റെ വടക്ക്. നിനക്ക് ഈ വേണ്ടാത്തൊക്കെ അവളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മാമ ഇരിക്കേ. ഞാനേ പത്തനംതിട്ട കണ്ടിട്ട് പോലുമില്ല. പക്ഷെ സൗമ്യമായ 2 വർത്തമാനം അവളോട് പറഞ്ഞില്ലെങ്കിലേ അവൾക്ക് തോന്നില്ലേ ഞാൻ ലണ്ടനിൽ നിന്നൊരു തണ്ടനാണെന്ന്? തോന്നിക്കോട്ടെ. നീ ആരാ? നീ ഒരു ഡോക്ടറാ? എന്താ ഡോക്ടറായ പെണ്ണുങ്ങളോട് മിണ്ടാൻ പാടില്ലേ? മിണ്ടേണ്ടവരടുത്ത് മിണ്ടേണ്ട മാതിരി മിണ്ടിയാ മതി. അയ്യോ എന്റെ അമ്മാമേ, കൂടുതൽ സംസാരിച്ച് മിടിക്കണമെന്ന് നോക്കണ്ട. നിന്റെ അപ്പനെയാ ഞാൻ ആദ്യം കണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇത് എന്ത് വേഷാ ഇത്? ഷോർട്ട്സും പിന്നീനും. നിനക്കൊരു മുണ്ടെടുത്തു കൊടുത്തൂടെ? അയ്യോ, എന്തൊരു ചൂടാ അമ്മയുടെ. രാത്രി ഉറങ്ങാൻ നേരത്ത് ഷോർട്ട്സും പിന്നീനും ആണെങ്കിൽ ഭയങ്കര ഫ്രീ ആയി. അതൊക്കെ ലണ്ടനിൽ. ഇവിടെയാണെങ്കിൽ നിന്റെ ബെഡ്റൂമിൽ. താഴെയാണ് വരുന്നെങ്കിൽ നേരെ ചെവ്വേ ഒരു മുണ്ടെടുത്തു കൊടുത്തോണ്ട് വരണം. ഇവിടെ പ്രായമായ ഒരു പെണ്ണുള്ളതാ. എന്നാ പെണ്ണെ ഞൊളി. എന്തിന്? എനിക്കൊരു സ്പൂൺ വേണം. ഞാൻ എടുത്തുന്ന പോരെയായിരിക്കും. ഓക്കെ. ഇവിടെ അമ്മാമ്മയ്ക്ക് ആകെ ഉള്ള കൂട്ട് അമ്മാമ്മയുടെ ശ്വാസം മാത്രം. ചിലപ്പോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നീ ദൂരെ എവിടെയോ നിന്നാ അമ്മാമേ അമ്മാമേന്ന് വിളിക്കുന്നു. ഇപ്പൊ മനസ്സിലായി. നമുക്ക് വഴി ഉണ്ടാക്കാം. ഇങ്ങോട്ട് നിരുന്നാട്ടെ. ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. 10-60 വയസ്സ് കഴിയുമ്പോഴേ നമ്മുടെ ബ്രെയിൻ സെൽസ് കുറേശ്ശെ ദ്രവിച്ചു പോകാൻ തുടങ്ങും. ചിലർക്ക് ആ സമയത്ത് ചെറിയ തോതിൽ വട്ടളകാൻ തുടങ്ങും. അത് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. നിനക്ക് തമാശയാ. എന്റെ ഉള്ളിൽ ആദ്യ. എന്തിന്? അമ്മാമ്മയ്ക്ക് വയസ്സ് എത്രയെന്നറിയാമോ നിനക്ക്? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അമ്മാമ്മ ചെറുപ്പമായിക്കൊണ്ടിരിക്കുക. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അമ്മാമ്മ സ്മാർട്ടായിരിക്കുക. കുറച്ചുകൂടെ ട്രിമ്മായി. തലയിലെ നരയെല്ലാം കറുത്തു. എന്തോന്നാ അതിന്റെ രഹസ്യം? അപ്പന്റെ ആ കൊച്ചു വർത്താനവും കള്ളത്തരവും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുള്ള കാര്യം? എന്നാൽ എന്റെ വർഗീസ് കുട്ടി,
ഈ അമ്മച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോയല്ലോടാ. എന്താ ഇത്? വർഗീസ് മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറാണോ ഇങ്ങനെ കരയുന്നത്? കുറച്ചുകൂടെ മനസ്സിനൊരു ധൈര്യം വേണ്ടേ? കമാൺ, എഴുന്നേറ്റ്. അമ്മ പോയി സുഖമായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം. കമാൺ കമാൺ കമാൺ. അമ്മാവൻ എന്താ എന്നോട് മിണ്ടാത്തെ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ഇതേവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാ. എന്നോട് മിണ്ടുന്നോ? എനിക്കെന്താ അമ്മാവനോട് മിണ്ടിയാ? അമ്മാവൻ എന്റെ അച്ഛനേക്കാൾ പ്രായമില്ലേ? എടി കൊച്ചേ, അത് എനിക്കോ നിനക്കോ തോന്നുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ദേ, ഇവിടെ കുറെ കാലം കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അമ്മമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. എപ്പോഴും എന്നിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം സൂക്ഷിച്ചോണം. ഗ്രേസി, എന്തോ? ആ, ഞാൻ പറഞ്ഞല്ലോ, ചെല്ലു ചെല്ലു. അല്ല, ഇതാര്? കളപ്പുരയ്ക്കൽ ത്രേസ്യാ കുട്ടിയോ? ദേ, ഇങ്ങനെ അങ്ങ് ചെറുപ്പവാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ചെറുമോനാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല. ആൾക്കാർ നിൽക്കുമ്പോ മുഖത്ത് നോക്കി ത്രേസ്യാ കുട്ടി എന്ന് വിളിക്കും. നീ പോടാ അവിടുന്ന്. ആ, ഞാൻ പോവാ. ഒരുമിച്ചൊന്ന് പള്ളി പോണെന്ന് വെച്ചാ എത്ര തവണ അമ്മാമ്മ നിന്നോടൊന്ന് കെഞ്ചണം. എന്നാ കാറിലോട്ട് കയറ്. എന്താ കാറിലെ പള്ളി പോകാനൊക്കത്തുള്ളോ? വേണം, നടന്നു പോവാ. നീ ആ സ്കൂട്ടർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യ. ദേ, വയസ്സുകാലത്തെ സ്കൂട്ടർ വല്ല ഗട്ടറിലെങ്ങനെ വേണം നടുപടി ഞാൻ പറഞ്ഞേക്കാം. യു ആർ റണ്ണിങ് റോയൽ 67. എന്റെ കൊച്ചുമോൻ ഓടിച്ചാൽ അമ്മാമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. കാറി പോയാ ആര് കാണാനാ? 10 പേര് കാണട്ടടാ അമ്മാമ്മയുടെ കൊച്ചുമോനെ. ആർ യു ഷുവർ? ഓക്കേ. ഹലോ, പള്ളി പോവാ ജോമോന. ആ, അവരാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ അമ്മമ്മേരെ വിഷ് ചെയ്യുന്നേ. അവരിങ്ങോട്ട് തന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അപ്പൊ തിരിച്ചു കിട്ടും. ഹലോ. ഡേ, കൈകാലത്ത് പൊക്കിയാലേ സ്കൂട്ടറിന്റെ ബാലൻസ് കിട്ടും. ഞാൻ പറഞ്ഞില്ലെന്നോണ്ട. അമ്മാമ്മ കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടടാ മോനെ. അത് കഴിയുമ്പോ മോന്റെ പിറകെ ഇരിക്കാൻ വേറൊരാള് വരും. ആര്? അതാര്? നല്ല കിളി പോലെ ഒരു കൊച്ചു പെണ്ണ്. ആഹാ. അല്ലെങ്കിൽ അമ്മാമ്മ കൊണ്ടുവരും. എന്നാ പിന്നെ ഇപ്പഴഞ്ഞു കൊണ്ടുപോയ എന്റെ അമ്മാമേ. നീ പോടാ അവിടുന്ന്. പോ. കഴിവും ശേഷിയുമുള്ള കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് വലിച്ചെറിയണം. വാശിയോട് അവർ നീന്തിക്കയറും. എന്തും സഹിക്കാൻ കഴിവുള്ളവരെ കർത്താവ് ഒരുപാട് പരീക്ഷണങ്ങളിൽ പെടുത്തും. ആത്യന്തികമായിട്ട് അവർക്ക് മനസമാധാനവും കൊടുക്കും. ആഗ്രഹിച്ച രീതിയിൽ ജോമോനെ ഡോക്ടറായി കിട്ടിയ ഈ നിമിഷം നിങ്ങൾ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നില്ലേ? ജോമോനെ, നീ ആരെയായി നോക്കി നിൽക്കുന്നത്? അല്ല മാമേ, ഞാൻ അതിലൊരു കുട്ടിയെ എവിടെ വെച്ച് കണ്ട നല്ല പരിചയം പോലെ. അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ജോമോനെ, ഇപ്പൊ നീ അമ്മാമ്മയുടെ കാത്തിരുന്ന സ്വപ്നമല്ല, ഇനിയുള്ള ജീവിതമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അമ്മാമേ,